യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കനകേട്ടാ, ഒന്നിങ്ങോട്ട് വരുവോ? ഈ പലഹാരം ഒന്ന് എടുക്കാനാ. ഞാൻ പോയി എടുത്തിട്ട് വരാം. ബാക്കി കാര്യങ്ങള് നമുക്ക് ചായ കുടിച്ച് സംസാരിക്കാം. ചായ ആയില്ലേ സിന്ധു? പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത്? ചേട്ടൻ അവിടെ ഇരുന്ന് സത്യന് കൂടുതൽ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. നീ എന്താ സിന്ധു ഇങ്ങനൊക്കെ പറയുന്നത്? സത്യനൊരു ബുദ്ധിമുട്ട് വന്നാ സഹായിക്കേണ്ട കടമ നമുക്കില്ലേ? സഹായിക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞോ? അവൻ ആവശ്യപ്പെട്ടതുപോലെ നാട് വിട്ടു പോവാൻ വേണ്ടി എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്ക്. അല്ലാതെ സത്യനെ നമ്മുടെ കൂടെ നിർത്തുന്ന കാര്യം കനകേട്ടൻ ആലോചിക്ക വേണ്ട. അത് ശരിയാവില്ല. സിന്ധു, നമ്മുടെ മകളും മരുമകനും താമസിയാതെ എവിടെ നിന്നും പോകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ സഹായത്തിന് ആളെങ്കിലും വേണ്ടേ? അത് അപ്പോഴല്ലേ. മനീഷ് സഞ്ജു ഇവിടെ നിന്ന് പോയ ശേഷം ചേട്ടൻ സത്യനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ? എനിക്കൊരു പരാതിയില്ല. പക്ഷെ ഇപ്പൊ സത്യൻ ഈ വീട്ടിൽ ഉണ്ടാകാതിരിക്കുന്നതാ എന്തുകൊണ്ട് നമുക്ക് നല്ലത്. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല. സത്യനോട് ഉണ്ടാകുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം സത്യം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? സത്യം നമുക്കെതിരായി ഒന്നും ചെയ്യില്ല. അവൻ ഒറ്റത്തടിയായി നിൽക്കുന്നോണ്ട് മനീഷയ്ക്ക് നല്ല വിഷമമുണ്ട്. അതിന്റെ കൂടെ അവന്റെ കുടുംബത്തിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാ അവൾക്ക് അവനോടുള്ള സിമ്പതി കൂടും. ഒരിക്കൽ ഭാര്യാഭർത്തക്കന്മാരെ ജീവിച്ചവരാ. അങ്ങനെ ഒരാളുടെ കാര്യത്തില് മനീഷ കൂടുതൽ താല്പര്യം കാണിക്കുന്നതേ സഞ്ജുവിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ നിന്റെ ഇഷ്ടക്കേട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനും അറിയാതെ സത്യനോട് അകൽച്ച കാണിച്ചു എന്നൊരു തോന്നല്. അത് ശരിയല്ല സിന്ധു. അവരെ നമ്മൾ കൈവിട്ടാ ദൈവം നമ്മളെ കൈവിടും. അത്രമാത്രം നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവനാ സത്യൻ. അതൊക്കെ ശരി തന്നെ. സത്യം മനീഷയെ സഞ്ജുവിനെ ഒന്നിപ്പിച്ചതേ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. ആ സത്യന് നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാലേ മനീഷയ്ക്ക് സഞ്ജുവിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ മോള് തീരുമാനിച്ചാലോ? അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് അവൾ നിന്നോട് പറഞ്ഞോ? അവള് പറഞ്ഞില്ല. പക്ഷെ സഞ്ജുവിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടി. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇതൊരു നല്ല അവസരമാ. സത്യം വേറെ ഏതെങ്കിലും നാട്ടിലൊരു ജോലി കിട്ടി പോയെന്നറിഞ്ഞാ മനീഷ സത്യന്റെ കാര്യം അങ്ങ് മറക്കും. ഇനി നമ്മുടെ മകളുടെ ജീവിതം വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുമോ? പറ്റുമോ ഏട്ടാ? നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് അവന് വേഗം എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. അതാ എന്തുകൊണ്ടും നല്ലത്. സത്യന് ചായ കൊടുക്ക്. ആ, ഇതെടുക്ക്. സത്യൻ എവിടെ? അവന്റെ ബാഗും കാണുന്നില്ലല്ലോ. സത്യനോട് പോയി ഒന്നും പറയാതെ പോയോ? സത്യ വേണ്ട ചേട്ടാ, അവനായിട്ട് പോയതല്ലേ, പൊയ്ക്കോട്ടെ. എല്ലാം നല്ലതിനാണെന്ന് കരുതണം ചേട്ടാ. നമ്മള് സത്യനോടൊരു അവഗണനയും കാണിച്ചില്ലല്ലോ. നമ്മൾ സംസാരിക്കുന്നത് അവൻ കേട്ട് കാണും. ഏയ്, സത്യൻ അങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവമുള്ള ആളൊന്നുമല്ല. നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു വന്നല്ലേ അവൻ. ഇവിടെ ഇനിയും നിന്നാ ചേട്ടൻ പോകാൻ സമ്മതിക്കില്ലെന്ന് അവനറിയാം. സത്യൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ചേട്ടൻ വാ.
അമ്മ എന്തിനാ ഇന്നും വന്നത്? അവിടെ വീട്ടിലിരുന്നാ പോരായിരുന്നോ? ഇവിടെ നിന്ന് അങ്കിളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് അങ്കിൾ എവിടെ? എടാ, ഏട്ടൻ അധിക നാള് നിന്റെ കൂടെ ഇരിക്കാനൊന്നും പറ്റില്ല. വല്ലവരും വിളിച്ച ഏട്ടൻ ആ വഴിക്കങ്ങ് പോവും. അങ്കിൾ എന്തായാലും രാത്രി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ചീരൂരിയാ സൂക്ഷിക്കേണ്ടത്. അതിന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോവും. ഇനി അവൾ അവന്റെ കൂടെ പോയില്ല. അവര് തമ്മിൽ കാണുകയില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്തെന്നാ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഞാൻ നിന്റെ അമ്മയല്ലേ. എന്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയിട്ടുണ്ടെന്ന് മാത്രം നീ അറിഞ്ഞാ മതി. അല്ല, എന്തായാലും പറ. എന്താ? സ്കാനിങ്ങിന് പോവാൻ ടൈമായി. ബൈസ്റ്റാൻഡറിന്റെ കൂടെ സ്കാനിംഗ് റൂമിലേക്ക് വരുമല്ലോ അല്ലേ? അയ്യോ സിസ്റ്ററെ, അത്രയും ദൂരം നടക്കാനൊന്നും പറ്റില്ല. സ്ട്രെച്ചർ വേണ്ടി വരും. സ്ട്രെച്ചറോ? വീൽ ചെയർ അയക്കാം. റെഡിയായിട്ടിരുന്നു. നിനക്ക് അത്രയും ദൂരം പോലും നടക്കാൻ പറ്റില്ല അല്ലേ വിനയ? നടക്കാനൊക്കെ പറ്റും. പക്ഷെ ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കുമ്പോ അതിന്റെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഉപയോഗിക്കണം. ആട്ടും കാട്ടല്ല എണ്ണി കൊടുക്കുന്നത്. എവിടെ പോയാലും നിന്റെ സ്വഭാവം മാറൂ. ആ, നീ വേഗം റെഡിയാവും. നിന്റെ അങ്കിളെ ഉടനെ ഒന്നും വരുമെന്ന് തോന്നില്ല. സ്കാനിങ്ങിന് പോകുമ്പോ ഞാൻ കൂടെ വരാം. അല്ല, അമ്മ ഈ ചീരുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്തു പറഞ്ഞില്ല? നീ എഴുന്നേക്ക് വിനയ. വീൽ ചെയർ ഇപ്പൊ വരും. ഇന്നെന്തായാലും മഞ്ചാടിയെ ഡിസ്ചാർജ് ചെയ്യാനാവില്ല മാഷേ. ചെറിയ ടെമ്പറേച്ചർ കാണുന്നുണ്ട്. ഇപ്പൊ കൊണ്ടുപോകുന്ന റിസ്ക്കാ. ഇന്നത്തെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് നാളെ തീരുമാനിക്കാം. മതി ഡോക്ടർ, നിർബന്ധമൊന്നുമില്ല. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചെന്നുള്ളൂ. എല്ലാവരും അവിടെ ഇനി നിൽക്കണമെന്നില്ല. രണ്ടുപേര് തന്നെ കൂടുതലാ. ബാക്കിയുള്ളവർ വയ്ക്കോട്ടെ. ശരി ഡോക്ടർ, ഞങ്ങൾ ഇന്ന് ഡോക്ടറോട് വെച്ചിട്ട് തീരുമാനിക്കാന്ന് വെച്ചാ. സിസ്റ്റേഴ്സിന്റെ കെയർ എപ്പോഴും പേഷ്യന്റ് ഉണ്ടാവും. പിന്നെന്താ? ഒരു സിസ്റ്റർ. അച്ഛൻ വേണമെങ്കിൽ അനുനെയും കൂട്ടി നാട്ടിലേക്ക് പോയിക്കോ. ഞാനും രഘുവേട്ടനും ഇവിടെ നിന്നോളാം. നാട്ടിലേക്ക് എന്തായാലും മഞ്ചാടിയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അതുവരെ വേണമെങ്കിൽ ശബരിയുടെ വീട്ടിൽ നിൽക്കാമല്ലോ. രാമനാഥനാണെങ്കിൽ ഇന്നും എന്നെ വിളിച്ചിരുന്നു. അങ്ങോട്ട് ചെല്ലാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വയ്യാത്തോണ്ടാ ഇങ്ങോട്ടേക്ക് വരാത്തത്. അങ്ങനെയാണെങ്കിൽ അച്ഛനും രഘുവേട്ടനും അമ്പിളിച്ചേച്ചിയും അങ്ങോട്ട് പോയിക്കോ. ലച്ചുമോളും കൂടി ഉള്ളതല്ലേ. ഞാനിവിടെ മഞ്ചാടിയുടെ കൂടെ നിന്നോളാം. അതാ നല്ലത്. അതാ നല്ലത്. അനുചേച്ചിക്ക് ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്യാലോ. നമസ്കാരം മാഷേ. അല്ല, ആരൊക്കെ വന്നിരിക്കുന്നേ? സാവിത്രിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ഒന്നുമില്ല മാഷെ. എന്റെ മാഷെ അവൾക്ക് ചോര കൂടുതലാ. കൂടെ കൂടി ആർക്കെങ്കിലും ഇത് കൊടുത്തേ പറ്റൂ. മോൾക്കിപ്പോ കൈക്ക് വേദനയൊന്നും ഇല്ലല്ലോ? കുറവുണ്ടായി. അതെ മാഷെ, നിങ്ങളെല്ലാവരും ഇതുവരെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നില്ലേ? വണ്ടി പുറത്തുണ്ട്. ഞാൻ ഡ്രൈവറോട് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എല്ലാവരും വീട്ടിൽ പോയിന്ന് ഫ്രഷായി അവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യേ. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അല്ല, അനുവിനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും ശബരിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ആണോ? ശബരിയും രാമനാഥനും ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് അങ്ങോട്ടേക്ക് വിളിക്കുക. ഇനി അവിടെ പോവാതെ സച്ചിയുടെ വീട്ടിലേക്ക് പോയതെങ്ങനെ അറിഞ്ഞാ അവർക്കത് വലിയ വിഷമാവില്ലേ? അയ്യോ, അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, വണ്ടിയും കൊണ്ട് നിങ്ങൾ ശബരിയുടെ വീട്ടിലേക്ക് പോയിക്കോ. വേണമെങ്കിൽ അനുവും കൂടി പോയിക്കോ. അതുവരെ മഞ്ചാടിയെ ഞങ്ങൾ നോക്കിക്കോളാം. മഞ്ചാടി കൂടെ ഓക്കെ പറഞ്ഞാലേ അവർക്ക് നിന്നെ ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റൂ. എല്ലാരും പോയി റെസ്റ്റ് ചെയ്തിട്ട് വാ. ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ? എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാം അല്ലേ? ശരി, ഞങ്ങൾ പോയിട്ട് വരാം മോളെ.
എടി മോൾക്ക് ആ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ കൊടുക്ക. ഇപ്പൊ കൊടുക്ക. ഈ പേമാരിക്ക് ശേഷമുള്ള ഒരു ശാന്തത എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊരു ആശ്വാസ സച്ചിയുടെ കുടുംബത്തെ മഞ്ചാടിമോൾ അംഗീകരിച്ചത് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. എല്ലാം കലങ്ങി തെളിയ അമ്മ. ഇനി നല്ലത് മാത്രമേ നമ്മുടെ കുടുംബത്തിന് സംഭവിക്കൂ. ഒന്ന് നിർത്ത്.